PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 130 ദിവസത്തെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഡേ 73 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുന്നവർ ടൈം ടേബിൾ ആദ്യം മുതൽ ഫോളോ ചെയ്യണോ, ഇത്രയും ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചു തീർക്കും, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അതായത് പുതിയതായിട്ട് ഇതുവരെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യാതെ എവിടെ നിന്ന് പഠിക്കണമെന്ന് അറിയാതെ നല്ലൊരു ടൈം ടേബിൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു 60 ദിവസത്തെ ടൈം ടേബിൾ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 130 ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഈസിയാണ്. ഓരോ ദിവസം വളരെ കുറച്ച് ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ വിശദമായിട്ട് പഠിച്ച് വീക്ക്ലി എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകാനുള്ളൊരു സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് ഈ 2 മാസം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നല്ല രീതിയിൽ പഠിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പരിശ്രമിക്കും, ഉറപ്പായിട്ട് ഞാൻ എത്ര ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു ദിവസം നമ്മളത് പഠിച്ച് തീർത്തിട്ടേ ഇരിക്കത്തുള്ളൂ, എനിക്ക് ജോലി എന്തായാലും വേണം, അങ്ങനെ അത്രത്തോളം സീരിയസ്നെസ്സോട് കൂടിയിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു 60 ദിവസത്തെ ടൈം ടേബിൾ ആണ് ഇന്ന് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ 60 ദിവസം കൊണ്ട് നിങ്ങളുടെ സിലബസ് SCRT, NCRT ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ റിവിഷൻ, മുൻവർഷ ചോദ്യങ്ങൾ, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 60 ദിവസത്തെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് നോക്കുക. ഈ ടൈം ടേബിൾ പ്രകാരം നമ്മളിപ്പോൾ 130 ദിവസത്തെ ടൈം ടേബിളിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ള ടെൻഷനും വേണ്ട. ഈ ടൈം ടേബിൾ പ്രകാരം പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ രീതിയിൽ ഏത് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് പഠിക്കാം. നമ്മുടെ ചാനലിൽ ഓൾറെഡി 130 ദിവസത്തെ ടൈം ടേബിൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 73 ദിവസമായി. അപ്പോൾ അതുവരെയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഡെയിലി നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 60 ദിവസത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് ഫെബ്രുവരി 28 ആണ്. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് വരുന്നത് ഏപ്രിൽ 29-നാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ഒരു സിലബസ് ഈ ഒരു ടൈം ടേബിൾ പ്രകാരം കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 60 ദിവസത്തെ ടൈം ടേബിൾ ഞാൻ പറഞ്ഞു, സീരിയസ്നെസ്സോട് കൂടിയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 60 ദിവസം കൊണ്ട് ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 60 ദിവസത്തെ ടൈം ടേബിൾ ആണ്, നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ ഓരോ ദിവസത്തെയും ടോപ്പിക്ക് വായിച്ച് പറഞ്ഞു തരാം. അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നും പറഞ്ഞു തരാം. അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ടൈം പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും പഠിക്കാനുള്ള സമയം. ചിലർക്ക് പുലർച്ചെ കാലത്ത് നേരത്തെ ആയിരിക്കും പഠിക്കാൻ പറ്റുക, ചിലർക്ക് രാത്രി ഒരുപാട് നേരം ഇരുന്നിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക, ചിലർ ജോലി ചെയ്യുന്നതിനിടയിൽ പഠനത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും സമയം വ്യത്യാസമാണ്. അതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം പറയുന്നില്ല. നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ, നിങ്ങൾക്ക് എങ്ങനെയാണോ സമയം കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പഠനം നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുക. ഞാൻ ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. 60 ദിവസത്തെ ടൈം ടേബിൾ ആണ്. ഞാൻ പറഞ്ഞതുപോലെ SCRT, NCRT, റിവിഷൻ, മുൻവർഷ ചോദ്യങ്ങൾ, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. അപ്പോൾ ഇതുവരെയും എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ഒന്നും കിട്ടാതെ, ഒരു ടൈം ടേബിൾ ഒന്നും ഫോളോ ചെയ്യാതെ തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്തോളാം. ഇന്ന് നമ്മൾ ടൈം ടേബിൾ തരുന്നുണ്ട്. നാളെ മുതൽ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തോളാം. 60 ദിവസം കൊണ്ട് നമുക്ക് സ്റ്റേജ് 1-ന് മുന്നേ തന്നെ സിലബസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അധികം പറഞ്ഞ് നമ്മൾ നീട്ടുന്നില്ല. പിന്നെ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ക്ലാസ്സുകൾ എടുത്ത നോട്ട്സൊക്കെ നമ്മൾ ടെലിഗ്രാം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൈം ടേബിൾ പ്രകാരമുള്ള ടോപ്പിക്സിൻ്റെ ക്ലാസ്സും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നോട്ട്സും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് തന്നെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ടൈം ടേബിളിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഫാമിലിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നാളെ മുതലാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡേ 1-ൽ നമുക്ക് പഠിക്കേണ്ടത് എക്കണോമിക്സ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ 1 നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ.
ആ ഭാഗത്ത് വരുന്ന SCERT ചാപ്റ്റേഴ്സ് ആണ്. 7th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ, 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 ദേശീയ വരുമാനം, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും, 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, ഇംഗ്ലീഷിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് കറണ്ട് അഫയേഴ്സ് 2021 ജനുവരി. ഇത്രയുമാണ് നമുക്ക് ഡേ 1 പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന മുഴുവൻ SCERT പാഠഭാഗങ്ങളും ഡേ 1 കംപ്ലീറ്റ് SCERT പാഠഭാഗങ്ങളും നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ദെൻ ഇംഗ്ലീഷിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് 2021 ജനുവരി. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ് 130 ദിവസത്തെ ടൈം ടേബിളിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്ലാസ് 1ഉം 2ഉം ഒക്കെ ആയിട്ട് അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് കണ്ട് പഠിക്കുക കേട്ടോ. ഇനി ടെലിഗ്രാമിൽ നമ്മൾ ഈ വീഡിയോസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ അത് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. ഇനി ഡേ 2 നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യൻ എക്കോണമിക് പ്ലാനിംഗ് 5-year പ്ലാൻ നീതി ആയോഗ്. ആ ഭാഗത്ത് വരുന്ന +1 എക്കണോമിക്സ് ചാപ്റ്റർ 1 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, +1 എക്കണോമിക്സ് ചാപ്റ്റർ 2 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 മുതൽ 1990 വരെ, +1 എക്കണോമിക്സ് ചാപ്റ്റർ 3 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഒരു വിലയിരുത്തൽ, +2 എക്കണോമിക്സ് ചാപ്റ്റർ 1 ആമുഖം, +2 എക്കണോമിക്സ് ചാപ്റ്റർ 2 ദേശീയ വരുമാനം കണക്കാക്കൽ, മലയാളത്തിലെ പദശുദ്ധി, കറണ്ട് അഫയേഴ്സ് 2021 ഫെബ്രുവരി. ഇത്രയുമാണ് ഡേ 2 പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. +1ലെയും +2ലെയും എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. മലയാളത്തിലെ പദശുദ്ധി എടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് 2021 ഫെബ്രുവരി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് പഠിക്കാവുന്നതാണ്. ദെൻ ഡേ 3 നമുക്ക് വരുന്നത് ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കോണമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇത്രയുമാണ്. ദെൻ ആ ഭാഗത്ത് വരുന്ന 8th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 സമ്പദ് ശാസ്ത്ര ചിന്തകൾ, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും, 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 5 പൊതുചെലവും പൊതുവരുമാനവും, മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, കമ്പ്യൂട്ടർ സയൻസിൽ ഇൻപുട്ട് ഡിവൈസസ്. ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന SCERT 3 ചാപ്റ്ററും നമ്മൾ എടുത്തിട്ടുള്ളതാണ്. മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. കമ്പ്യൂട്ടർ സയൻസിൽ ഇൻപുട്ട് ഡിവൈസസ് നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ. ഇനി ഡേ 4 ബഡ്ജറ്റ്, ഫിസിക്കൽ പോളിസി, ബാങ്ക്, ഇൻഷുറൻസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ദെൻ 10th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും, +2 എക്കണോമിക്സ് ചാപ്റ്റർ 3 പണവും ബാങ്കിംഗ് സംവിധാനവും, +2 എക്കണോമിക്സ് ചാപ്റ്റർ 5 ഗവൺമെൻറ് ബജറ്റും സമ്പദ്ഘടനയും, ഇംഗ്ലീഷിൽ ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, മലയാളത്തിൽ വാക്യശുദ്ധി. അപ്പോൾ ഈ പറയുന്ന എല്ലാ SCERT പാഠഭാഗങ്ങളും ഇംഗ്ലീഷിൽ ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസും മലയാളത്തിലെ വാക്യശുദ്ധി ഇതും കംപ്ലീറ്റ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ദെൻ ഡേ 5 പഠിക്കേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി, 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 1 ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 2 ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ, സിവിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മുതൽ ലോക്പാൽ ആൻഡ് ലോകായുക്ത വരെ കേട്ടോ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മുതൽ ലോക്പാൽ ആൻഡ് ലോകായുക്ത വരെയാണ്. അപ്പോൾ ഈ ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് SCERT NCERT പാഠഭാഗങ്ങൾ എടുത്തിട്ടുള്ളതാണ്. സിവിക്സിൻ്റെ ഭാഗം വരുന്ന ചാപ്റ്റേഴ്സും എടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഡേ 6 മാത്സിൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, കമ്പ്യൂട്ടർ സയൻസിൽ ഔട്ട്പുട്ട് ഡിവൈസസ്, ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച്, മലയാളത്തിൽ പരിഭാഷ,
സ്പോർട്സിൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, നേട്ടങ്ങൾ, ബഹുമതികൾ. ഇത്രയുമാണ് ഡേ 6. ഇതിൽ മാത്സിൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസിൽ ഔട്ട്പുട്ട് ഡിവൈസസ് എടുത്തിട്ടുണ്ട്, പാർട്സ് ഓഫ് സ്പീച്ച് എടുത്തിട്ടുണ്ട്, പരിഭാഷ എടുത്തിട്ടുണ്ട്, സ്പോർട്സും നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് ഡേ 7. ഡേ 7 നമുക്ക് റിവിഷൻ ഡേ ആണ്. അപ്പോൾ ഇത്രയും ദിവസം 6 ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. പിന്നെ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുക കേട്ടോ. PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നമുക്കറിയാലോ പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ അതേ സിലബസ് ആണ്. സോ ആ ഒരു സിലബസ് പ്രകാരം നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുക. അതിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ട് പഠിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കാം. പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ നമ്മൾ വീക്ക്ലി എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പിന്നെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാനായിട്ട് നോക്കുക. തൊഴിൽ വാർത്തകൾ, തൊഴിൽ വീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുക കേട്ടോ. ആ ഒരു ദിവസം കംപ്ലീറ്റ് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. ദെൻ ഡേ 8 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ദെൻ 5th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. 8th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെൻറ്. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 3 തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 4 കാര്യനിർവഹണ വിഭാഗം. +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 5 നിയമനിർമ്മാണ സഭ. +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 6 നീതിന്യായ വിഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന SCRT ചാപ്റ്റേഴ്സ്, അതുപോലെ NCRT ചാപ്റ്റേഴ്സ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെ വീഡിയോസ് കണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ദെൻ ഡേ 9. ഡേ 9 നമുക്ക് പഠിക്കേണ്ടത് സിവിക്സിൽ ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്. സ്പോർട്സിൽ പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖലയിലാണ് നൽകുന്നത്. മാത്സിൽ പെർസെൻറ്റേജ്, കമ്പ്യൂട്ടർ സയൻസിൽ മെമ്മറി ഡിവൈസസ്, മലയാളത്തിൽ പരിഭാഷ, കറണ്ട് അഫയേഴ്സ് 2021 മാർച്ച്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പോർട്സിലെ അവാർഡ്സ്, അതുപോലെ മാത്സിലെ പെർസെൻറ്റേജ്, കമ്പ്യൂട്ടർ സയൻസിലെ മെമ്മറി ഡിവൈസസ്, മലയാളത്തിലെ പരിഭാഷ, കറണ്ട് അഫയേഴ്സ് 2021 മാർച്ച്, ഇതെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് ഡേ 10. ഡേ 10 നമുക്ക് പഠിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പ്, അമെൻമെൻറ്റ്സ്, പഞ്ചായത്ത് രാജ്. സിവിക്സിൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ടു സോഷ്യൽ വെൽഫെയർ വരെ കേട്ടോ. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ മുതൽ സോഷ്യൽ വെൽഫെയർ വരെ പഠിക്കുക. 6th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ഉൽപാദന പ്രക്രിയയിലൂടെ. ദെൻ 9th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10 ഉപഭോക്താവ്, സംതൃപ്തിയും സംരക്ഷണവും. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10 പൗരബോധം. +1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 6 പൗരത്വം. ഇത്രയുമാണ് ഡേ 10 പഠിക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡേ 10 വരെയുള്ള ടൈം ടേബിൾ. അപ്പോൾ ഞാൻ ഡേ 60 വരെയുള്ള ടൈം ടേബിളാണ് പറഞ്ഞത്. ഇപ്പോൾ ഡേ 10 വരെയുള്ള ടൈം ടേബിളാണ് ഇന്ന് ഞാൻ തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ടൈം ടേബിൾ നമ്മൾ ഉടനെ തന്നെ ഈ ഡേ 10 അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ബാക്കിയുള്ള ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 10 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. നാളെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴാണ് പരീക്ഷയ്ക്ക് മുന്നേ, സ്റ്റേജ് 1 മുന്നേ തന്നെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് തുറന്ന് നോക്കുക. അതിൽ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ക്ലാസ്സുകൾ കണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക. PDF വേണമെങ്കിൽ ടെലഗ്രാമിലുണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടൈം ടേബിൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യമൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. ഇനി ഡേ 10 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം ടേബിളും ഉടനെ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ ആണല്ലോ.
അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്